മുഹമ്മദ് ഷഹീദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. വളരെ വിവാദമായിരിക്കുകയാണല്ലോ ഈ പ്രസ്താവന. നമുക്ക് മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റി നിർത്തിയാൽ അങ്ങനെ ജീവിത സായാഹ്നത്തിൽ ഒരു ആഘോഷത്തിൽ സന്തോഷത്തിലായിരിക്കുന്ന ഒരാൾക്ക് സഹിക്കാവുന്നതാണോ? അതിലേറെ മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് മകളും വ്യക്തമാക്കുന്നുണ്ടല്ലോ. മോത്തി, തീർച്ചയായും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് നാദാപുരം സ്വദേശിയായ ഒരു 55 വയസ്സുള്ള നഫീസുമ്മ മക്കളോടൊപ്പം മണാലിയിലേക്ക് പോയത്. ആ വീഡിയോ അന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. വലിയ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി മണാലിയിൽ മഞ്ഞിൽ നിൽക്കുന്ന ആ നഫീസുമ്മയുടെ ചിത്രം അവർ ഒരു വീഡിയോ മക്കളാരോ ചിത്രീകരിക്കുന്നുണ്ട്. അത് വലിയ ആഘോഷമാക്കുകയും പ്രത്യേകിച്ചും ആ സമയത്ത് ആ പ്രായത്തിലുള്ള ഒരു സ്ത്രീ അങ്ങനെ യാത്രയോട് വലിയ അഭിനിവേശവും ഇഷ്ടമൊക്കെ കാണിക്കുകയും അത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തതാണ്. പക്ഷേ പിന്നാലെയാണ് ഈ മത പണ്ഡിതൻ്റെ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി എന്നുള്ളൊരു മതപ്രഭാഷകൻ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വന്നത്. അതായത് ആ തരത്തിൽ വളരെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു. ഇങ്ങനെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച് നഫീസുമ്മയുടെ ജീവിതം മകൾ പറയുന്നുണ്ട്. ആ തരത്തിൽ വലിയ ജീവിതത്തോട് പൊരുതി നേടി അങ്ങനെ വന്നതാണ് നഫീസുമ്മ. അങ്ങനെ ഭർത്താവ് മരിച്ച ഒരാൾ വീട്ടിൻ്റെ മൂലക്കിരുന്ന് കാലം കഴിക്കേണ്ട ഒരാൾ എന്തിനെ ഇങ്ങനെ യാത്രകൾ നടത്തുന്നു? അത് വലിയ തെറ്റല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അത് വളരെ മനസാക്ഷിയില്ലാത്തൊരു ചോദ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് ഈ ഇബ്രാഹിം സക്കാഫി നടത്തിയിട്ടുള്ളത്. അത് വീണ്ടും അത് വലിയ ചർച്ചയാവുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഈ മതപണ്ഡിതന്മാരൊക്കെ ഇത്തരം പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് സ്വാധീനിക്കുന്ന സാധാരണക്കാരായ മറ്റ് ആളുകളും ഉണ്ടാവും, പ്രത്യേകിച്ച് മതവിശ്വാസികളുമൊക്കെ ഉണ്ടാവും. നഫീസുമ്മ പിന്നീട് നേരിട്ടത് അവർ തന്നെ മകൾ പറയുന്നുണ്ട്. മറ്റ് ഈ യാത്രയെ വളരെ ഇഷ്ടപ്പെട്ട ആ സ്ത്രീ പിന്നീട് പുറത്തു പോകാൻ പ്രയാസപ്പെടുന്ന സാഹചര്യം, പ്രത്യേകിച്ചും കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള മറ്റ് വിവാഹ ചടങ്ങുകളിലോ മരണച്ചടങ്ങുകളിലോ പോകുമ്പോൾ പോലും ആളുകൾ ഈ തരത്തിൽ നിങ്ങളെന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയുള്ള രീതിയിൽ ആളുകൾ കാണാനും സംസാരിക്കാനും തുടങ്ങി. വലിയ വേദനയോടുകൂടി വീട്ടിൽ കരഞ്ഞിരുന്നു എന്നൊക്കെ മകൾ പറയുന്നുണ്ട്. ആ തരത്തിലുള്ള വലിയ മാനസിക സംഘർഷത്തിലേക്ക് നഫീസുമ്മയെ തള്ളിവിടാൻ ഈ പ്രഭാഷകൻ്റെ ഈ വാക്കുകൾക്ക് കാരണമായി എന്നുള്ളത് തന്നെ ഏറ്റവും ഗൗരവത്തിലുള്ള കാര്യം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ വലിയ പിന്തുണ നഫീസുമ്മക്ക് നൽകുന്നുണ്ട്. ചിലരുടെയൊക്കെ FB പോസ്റ്റ്, ജംഷീദ് പള്ളിപ്പുറം തുടങ്ങിയ ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വലിയ വൈറലായ ആളുകൾ ഏറ്റെടുത്ത് നഫീസുമ്മക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതിൻ്റെ ഒരു കരുത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. പക്ഷേ മക്കൾ വലിയ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് തങ്ങളെ പ്രയാസപ്പെട്ട്, അതായത് കഠിനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വന്ന് പ്രയാസപ്പെട്ട് മക്കളൊക്കെ ഇപ്പോൾ വിവാഹിതരായി അവരുടെ കുടുംബമൊക്കെ ജീവിക്കുകയാണ്. അങ്ങനെ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ജീവിതത്തിൻ്റെ മറ്റൊരു സന്തോഷത്തിലേക്ക് കടക്കാനുള്ള ഒരു അവകാശത്തെ എന്തിന് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം, വിമർശിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ച, സമൂഹമാധ്യമങ്ങളിൽ ചർച്ച എന്നതിലുപരിയായി ഈ തരത്തിലുള്ള ഒരു സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ പരസ്യമായി സമൂഹത്തിന് വിചാരണ ചെയ്യാൻ തക്ക രീതിയിൽ ഇങ്ങനെ പരസ്യമായി വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് എന്താണ് അതിൻ്റെ സാങ്കത്യം എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്നത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ പൊതുവെ നഫീസുമ്മക്ക് വലിയ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്.